ചാണ്ടി ഉമ്മൻ, ഷാഫി പറമ്പിൽ രണ്ട് പേരുകളാണ് യുവാക്കളുടെ നിരയിൽ നിന്ന് KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉന്നയിക്കപ്പെടുന്നത്. വേറെ ധാരാളം പേരുകളുണ്ട്. പക്ഷേ ഇവരുടെ പേരുകൾ യുവ നേതൃത്വം പാർട്ടിയുടെ ഉന്നത പദവികളിലേക്ക് വരട്ടെ എന്ന നിലയിൽ കേൾക്കുന്നുണ്ട്. എന്തായിരിക്കും അതിൻ്റെ ഒരു അവസാനം ഈ ചർച്ചകളുടെ? തീർച്ചയായും ഇപ്പോൾ പറഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അധ്യക്ഷനെ മാറ്റുമെന്ന് പറഞ്ഞിരുന്നു സണ്ണി ജോസഫ് മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ. പക്ഷെ അതിനുശേഷം അദ്ദേഹം മന്ത്രിയായിട്ടും മാറ്റാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഇനി അധികം വൈകില്ല, നമുക്ക് ഉറപ്പാണ് എന്തായാലും KPCC അധ്യക്ഷനെ ലഭിക്കും. ഇപ്പം പറഞ്ഞ ഷാഫി പറമ്പിലായിരിക്കുമോ ചാണ്ടി ഉമ്മനായിരിക്കുമോ ചർച്ചകൾ ഒരു ഭാഗത്ത് സജീവം വരുന്നുണ്ട്. അത് യുവാക്കളെ കൂടുതൽ ആകർഷിക്കാൻ പാർട്ടിയിലേക്ക് സജീവമാക്കി നിർത്താനുള്ളൊരു സ്ഥാനം വരുന്നുണ്ട്. ഷാഫി പറമ്പിൽ നമുക്കറിയാം ഒരു ക്രൗഡ് പുള്ളറായിട്ടാണ് ഷാഫി ഇപ്പം വിലയിരുത്തപ്പെടുന്നത്. വടകര MP ആണ്, അതിനു മുമ്പ് പാലക്കാട് MLA ആയിരുന്നു. ആ രണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലായാലും അതിനുശേഷം ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്നതൊക്കെ ഷാഫിയുടെ ഒരു ഇമേജ് നമുക്ക് കണ്ടതാണ്. ഷാഫിക്ക് ചെറിയൊരു പാളിച്ച പറ്റിയത് അതിനുശേഷം നടന്ന മുഖ്യമന്ത്രി ചർച്ചകളിൽ ഒരു പക്ഷം ചേർന്നു എന്നുള്ളൊരു പ്രശ്നം വന്നിരുന്നു. പക്ഷെ അത് ഉർവശിശാവും ഉപകാരം എന്നാണ് ഞാൻ കാണുന്നത്. കാരണം KC പക്ഷത്തിന് വേണ്ടിയിട്ടാണ് ഷാഫി വന്നിരുന്നത്. അത് എല്ലാവരും കൂടി ചീത്ത വിളിച്ചു, എന്ത് VD സതീശന് വേണ്ടിയാണ് നമ്മൾ വോട്ട് ചെയ്തത് ഷാഫിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ അറ്റാക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഇത് KCയുടെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം എന്നുള്ളത് ഈ ഒരു അധ്യക്ഷ പദവിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഊർജ്ജമാകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അന്ന് ഈ പറഞ്ഞ ഷാഫിയൊക്കെ മത്സരിക്കുന്ന എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. ഷാഫി ഉൾപ്പെടെ 5 or 6 MPമാർ നിയമസഭയിലേക്ക് മത്സരിക്കുമെന്ന് നമ്മൾ കരുതിയാണ്. അന്ന് മത്സരിച്ചിരുന്നെങ്കിൽ ഷാഫി ഇന്ന് മന്ത്രിയായിരുന്നു, അതിൽ സംശയമൊന്നും ആർക്കും ഉണ്ടാവില്ല. അന്ന് ആരും മത്സരിക്കേണ്ട പറഞ്ഞുകൊണ്ട് ഷാഫിക്ക് മന്ത്രിയാവാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തായി ഒരു കേന്ദ്രത്തിലാണ് MP ആണ് പ്രവർത്തിക്കേണ്ടതെങ്കിലും കേരളത്തിലെ ഷാഫിയെ സജീവമാക്കി നിർത്തണമെങ്കിൽ ഇങ്ങനെ ഒരു പദവി കൊടുത്താൽ അത് ക്രൗഡ് പുള്ളറായിട്ട് കിട്ടും. കോൺഗ്രസിലെ അടുത്തൊരു നേതാവ്, തലമുറ നേതാവ് ഷാഫിയാണെന്ന് ഒരു സംശയം ഉണ്ടാവില്ല. അതാണ് ഷാഫിയുടെ പേരെല്ലാവരും കൂടെ പറയുന്നത്. പിന്നെ ഒരു മുസ്ലിം പ്രായത്തിലുള്ള സ്ഥാനം വരും, കോൺഗ്രസിലെ ഒരു നേതൃത്വത്തിൽ എത്തുന്നത്, KPCC അധ്യക്ഷനായി വരുന്നുള്ളത്. അങ്ങനെ കുറച്ച് പേരുകൾ പദവികൾ കിട്ടുന്നുണ്ട്. ഈ പറഞ്ഞ KC പക്ഷത്തിന് പിന്തുണകൾ കിട്ടിയാൽ ഷാഫിയുടെ പേര് പറഞ്ഞുതരാം. നേരെ ചാണ്ടി ഉമ്മലേക്ക് വരുമ്പം ഇതിനെല്ലാം വേറെ ഇതാണ്. ചാണ്ടിയൻ ക്രൗഡ് പുള്ളറാണ്. ഈ ഭാഗത്തൊക്കെ എന്തായാലും മറ്റു മണ്ഡലങ്ങളൊക്കെ ഒരു വോട്ടിനൊക്കെ നടന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ വ്യത്യസ്തമായിട്ട് വോട്ട് പിടിച്ചു, ഭൂരിപക്ഷം വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് മന്ത്രിയാകുന്ന എല്ലാവരും ഉറപ്പിച്ചു. എല്ലാവരും പറഞ്ഞാൽ മാധ്യമങ്ങളൊക്കെ പറഞ്ഞ ചാണ്ടി പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹം കരയുന്നൊക്കെ കണ്ടു, അപ്പേരൊക്കെ പോയി കരയുന്നൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ പ്രാതിനിധ്യം കിട്ടിയില്ല, മന്ത്രിസഭയിൽ അദ്ദേഹത്തെ പരിഗണിച്ചില്ല. ഓർത്തഡോക്സ് സഭയ്ക്ക് മന്ത്രിസഭയിൽ പ്രാതിനിധ്യമില്ല. അതുകൊണ്ട് ഒരു ഓർത്തഡോക്സുകാരനെ ഒരു പ്രധാന പദവിയിലേക്ക് കിട്ടണമെന്ന് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നുണ്ട്. പിന്നെ കോൺഗ്രസ് ഒരു ക്രൈസ്തവൻ തന്നെ ഒരു യുവമുഖം, പിന്നെ ക്രൈസ്തവനായിട്ട് ഒരാൾ വരണം എന്നുള്ളത് നേരത്തെ എയറിലുണ്ട്. ഒരു സാധനം സണ്ണി ജോസഫിന് ഇൻകമ്മിയായി വരുമ്പോഴും അങ്ങനെ ഉണ്ടാവട്ടെ എന്നുള്ളത്. അതിനൊപ്പം ഒരു യുവതാവും കൂടെ എന്ന് പറഞ്ഞാൽ ചാണ്ടി ഉമ്മൻ്റെ പേര് വരും. അത് ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നുള്ള സാധനമുണ്ട്. ഇത് രണ്ടും കൂടി വരുമ്പം ചാണ്ടി ഉമ്മനായിരിക്കും എന്ന് ചർച്ച ചെയ്യുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവർക്ക് രണ്ടുപേർക്കും സാധ്യത ഉണ്ടാവില്ല. അതിനോടൊപ്പം തന്നെ പറയും 10ഓളം വേറെ ഇവരുൾപ്പെടെ തന്നെ 10 ആൾക്കാരുടെ പേരുകൾ വരുന്നുണ്ട്. ചിലർ തുറന്നു പറഞ്ഞിട്ട് വരുന്നുണ്ട്. അതെ, ഉണ്ണിത്താനായാലും കൊടിക്കുന്നിൽ സുരേഷിനൊക്കെ കാര്യം നമുക്കറിയാം. 68 മുതലുള്ള പാരമ്പര്യമൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇതിൽ ഈ ഒരു സാമുദായിക പ്രാതിനിധ്യം എന്നുള്ളൊരു സംഗതി ഇപ്പോൾ സണ്ണി ജോസഫ് ഈ പദവിയിലേക്ക് വന്ന് നമുക്കറിയാം. സാമുദായിക പൂർണ്ണമായ ഒരു സാമുദായിക പ്രാതിനിധ്യത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിലായിരുന്നു. അന്നത്തെ ഒരു സ്ഥിതി കോൺഗ്രസിനകത്ത് ഉണ്ടായിരുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് കോൺഗ്രസിൽ നിന്ന് ക്രിസ്ത്യൻ വിഭാഗങ്ങൾ പിന്മാറിക്കൊണ്ടിരിക്കുന്നു, അകന്നു പോകുന്നു എന്ന ഒരു ഭീതി അവർക്കിടയിൽ വളർന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര ഹൈക്കമാൻഡ് കൂടെ ഇടപെട്ട് സണ്ണി ജോസഫിനെ അങ്ങോട്ട് കൊണ്ടുവരുന്നത്. ആ കാര്യത്തിൽ വലിയൊരു മാറ്റമാണ് VD സതീശൻ കൊണ്ടുവന്നത്. കാരണം അദ്ദേഹം ക്രൈസ്തവ പിന്തുണയുള്ള, ഉറച്ച ക്രൈസ്തവ പിന്തുണയുള്ള നല്ലൊരു നേതാവായിട്ട് ഉയർന്നു വന്നു. ന്യൂനപക്ഷങ്ങളുടെ മൊത്തം പിന്തുണ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ആ പ്രശ്നം നിലവിലില്ല, സണ്ണി ജോസഫിനെ കൊണ്ടുവന്ന പ്രശ്നം നിലവിലില്ല. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ചാണ്ടി ഉമ്മൻ്റെ സാധ്യത എന്ന് പറഞ്ഞത് തുലം കുറവാണ് എന്ന് മാത്രമല്ല ചാണ്ടി ഉമ്മനെ ഒരു നമുക്ക് പറയുന്നത് ഈ ഒരു പേര് വരുന്നതല്ലാതെ നമുക്കറിയാം ചാണ്ടി ഉമ്മനെ ആക്കില്ല എന്നൊരു ധാരണ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട്. അദ്ദേഹത്തെ കൊണ്ട് അത് സാധിക്കുന്ന കാര്യമല്ല. അത് കാരണം KPCC പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, അത് സൈക്കിൾ ഓടിച്ച് കിട്ടുന്ന നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അതിന് ഏറ്റവും യോഗ്യൻ യുവാക്കളിൽ ഇപ്പോൾ നമുക്ക് ഷാഫി തന്നെ. ഷാഫിക്കൊപ്പം തന്നെ മറ്റൊരു പേരുകളിൽ വരുന്നുണ്ട്, മാത്യു കുഴൽനാടന്റെ പേരും ഇതേപോലെ പരിഗണിക്കപ്പെടാൻ ചാൻസ് പറയുന്നുണ്ട്. കാരണം അതും KCയുടെ പിന്തുണയുണ്ട്, ക്രൈസ്തവനാണെന്നുള്ള സാധനം ഈ പറഞ്ഞ ആ ഒരു പരിഗണന ലഭിക്കും. അവിടെ ഈ KC പിന്തുണ മാത്രമല്ല, നിയമസഭയിൽ കഴിഞ്ഞ നന്നായിട്ട് പെർഫോം ചെയ്തൊരു MLA ആയിരുന്നു. ഇത്തവണ മന്ത്രിയാവുന്ന ഉറപ്പിച്ചൊരു MLA, അതായത് ഈ പറഞ്ഞ പോലെ യുവാക്കളും കോൺഗ്രസ് പ്രവർത്തകരും ഉറപ്പിച്ചൊരു MLA ആയിരുന്നു. പക്ഷേ മന്ത്രി പദവിയിൽ കിട്ടിയില്ല. അപ്പോൾ മന്ത്രി പദവി ഇല്ല, മാത്യു കുഴൽനാടനെ KPCC അധ്യക്ഷനാക്കിയാൽ ഈ പറഞ്ഞ യുവാക്കളുടെയൊക്കെ
യുവാക്കൾക്കൊരു സീനിയർ യുവാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് വേണ്ടി പറയാൻ പറ്റും. അതെ അതെ ഒരു യുവാക്കൾ തന്നെ ഒരു കുറച്ചുകൂടി മെച്യൂരിറ്റി ഉള്ള ഒരു യുവാവ്, അല്ലെങ്കിൽ പിന്നെ എല്ലാവരും കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നത് ഏത് പിണറായിനല്ല ആരായാലും കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന നേതാവായിട്ട് മാറ്റി കുഴൽനാടൻ എല്ലാവരും കാണുന്നുണ്ട്. അപ്പം കുഴൽനാടനും ഈ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. യുവാക്കളുടെ പേര് വരുമ്പോൾ ഷാഫിക്കൊപ്പം വരുന്നത് അത് രണ്ടും കേസിയുടെ ടീമായിട്ട് തന്നെ വരാനുള്ള ചാൻസ് കാണുന്നത്. എന്തായാലും അതിലേക്ക് കേസ് പറയുന്ന ഒരു പേരെന്നായിരിക്കും വരുന്നത് നമുക്ക് ഉറപ്പാണ്. കാരണം മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാത്തതുകൊണ്ട് വേണുഗോപാലിന്റെ ഒരു തന്നെ ആയിരിക്കും. പക്ഷെ അവിടെയും ചെന്നിത്തല വെച്ച ഡിമാൻഡുകൾ കിടക്കുന്നുണ്ട്. അദ്ദേഹം ഒരു മന്ത്രിയായിട്ട് ചുരുങ്ങാം എന്ന സമ്മതം വെച്ചപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കോർപ്പറേഷനുകളിലെ സാന്നിധ്യം, ബോർഡുകളിലെ അതിന്റെ കൂടെ KPCC പ്രസിഡന്റ് എന്ന ഒരു കൂടി ഉന്നയിച്ചായിട്ട് അന്ന് വാർത്തകൾ കണ്ടിരുന്നു. അപ്പോൾ ആ തരത്തിൽ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് പറയാവുന്ന വളരെ ന്യായത്തോടു കൂടി ഉന്നയിക്കാവുന്ന ഒരു പേരാണ് ജോസഫ് വാഴക്കൻ. തീർച്ചയായും ജോസഫ് വാഴക്കനെ പല തരത്തിലുള്ള പിന്തുണയുണ്ട്. അതായത് മുരളീധരനെ പോലുള്ള നേതാക്കളുടെ പിന്തുണയുണ്ട്. അതെ അതെ. കാരണം നമുക്കറിയാവുന്നതാണ് അത്ര നല്ലൊരു നേതാവ്, അത്രയും സത്യസന്ധനായ എന്താ പറയാ. അല്ല, അതിനേക്കാൾ ഏറ്റവും വലിയ കാര്യം അയാൾ ഏറ്റുമാനൂരില് മത്സരിക്കുന്ന ഉറപ്പിച്ചിട്ട് പോസ്റ്ററുകൾ അടിച്ചിരുന്നു. ആ സീറ്റ് അദ്ദേഹത്തിന് കൊടുക്കുന്ന ഉറപ്പായിരുന്നു. അവസാന നിമിഷമാണ് അദ്ദേഹം മാറ്റുന്നത്. അപ്പൊ അങ്ങനെ മാറ്റി നിർത്തിയ നേതാവ് ഒരു ഈ പറഞ്ഞ പോലെ അന്ന് പറഞ്ഞിരുന്നു, ഈ കേസ് ഉൾപ്പെടെ നേതാക്കൾ പറഞ്ഞു എനിക്ക് തോന്നി അങ്ങനെ മാറ്റി നിർത്തപ്പെട്ടവർക്ക് മികച്ച പദവി ലഭിക്കും എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ലഭിക്കാനുള്ളതിലും പിന്നെ ഒരു ഏറ്റവും വലിയ കാര്യം, ഒരാൾക്കൊരു പദവിക്ക് നിന്ന് വണ്ടാണ്ട് ശബ്ദം വരുന്നുണ്ട്. ഒരാൾക്കൊരു പദവി മതി. MLA-മാരും MP മാരും മണ്ഡലം നോക്കട്ടെ, പാർട്ടിയെ നോക്കാൻ മുഴുവൻ സമയം ഒരു പ്രവർത്തകൻ വരട്ടെ എന്ന് അങ്ങനെ ഒരു പേരിലേക്കാണ് പോകുന്നെങ്കിൽ ആ ജോസഫ് വാഴക്കൻ തന്നെ സംശയമില്ല. ജോസഫ് വാഴക്കൻ അല്ലാണ്ട് അതിനൊപ്പം തന്നെ മറ്റ് ഈ പറഞ്ഞ പോലെ ഒരാൾക്കൊരു പദവി ഇതിന്റെ സ്ഥാനം പിടിക്കാൻ വേണ്ടി മറ്റു രണ്ടുപേരുടെ രംഗത്തുണ്ട്. ഒന്ന് KC ജോസഫ്, ഒന്ന് M മാസ്റ്ററാണ്. M മാസ്റ്റർ മുൻ പ്രസിഡന്റാണ്. അദ്ദേഹം പരസ്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് വേണം. പക്ഷേ എനിക്ക് തോന്നുന്നില്ല വീണ്ടും അദ്ദേഹത്തിന് കൊടുക്കും. അതൊരു നമുക്കറിയാം പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് എത്രത്തോളം ആക്റ്റീവ് ആയിരുന്നു നമുക്കറിയാം. പിന്നെ KC ജോസഫാണ്. KC ജോസഫിന്റെ ഒരു വാദം എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ കൈയായിരുന്നു, വലം കൈയായിരുന്നു. അത് ഒരു പക്ഷത്തിന്റെ ഉണ്ട്. പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ തെരഞ്ഞെടുപ്പിലും മത്സരിച്ചിട്ടില്ല, മാറി നിൽക്കുന്ന നേതാവാണ്. പക്ഷേ എനിക്കൊന്ന് പ്രായാധിക്യം അദ്ദേഹത്തെയും പിന്നെ മാറ്റി നിർത്താനുള്ള ചാൻസേ ഉള്ളൂ. പ്രായാധികം എന്ന് പ്രായം ഒരു അക്കൗണ്ട് മാത്രമല്ല, ആക്റ്റീവ് നിൽക്കുന്ന ഒരു കാര്യം പറയുന്നത്. അപ്പം KC ജോസഫിനും ആ ഒരു പരിഗണന ലഭിക്കാനില്ല. പിന്നെ വരുന്നതാണ് MP-മാരുടെ ഒരു നിരയുണ്ട്. ഒരു 5 ഈ ഷാഫി ഉൾപ്പെടെ, ഷാഫിനെ ബെന്നി ബെഹനാൻ, ആന്റോ ആന്റണി, ശക്തമായിട്ട് പാർട്ടിയെ കൊണ്ടുപോകാനൊക്കെ കഴിയും ബെന്നി ബെഹനാനുണ്ട്. അല്ല, അദ്ദേഹം പിന്നെ ഉമ്മൻചാണ്ടി കാലത്ത് രണ്ട് പദവി എന്നുള്ള പ്രശ്നം കിടക്കുന്നുണ്ട്. പക്ഷെ അയാള് പിന്നെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സമയത്ത് UDF കൺവീനർ എന്ന നിലയിലൊക്കെ നന്നായിട്ട് പ്രവർത്തിച്ചൊരു വ്യക്തി കൂടിയാണല്ലോ. ബെന്നിക്ക് ആ ഒരു ഇതുണ്ട് വരുന്നുണ്ട്. പിന്നെ ആന്റോ ആന്റണി കഴിഞ്ഞ തവണ KC ജോസഫായിട്ടുള്ള മത്സരത്തിൽ അവസാന നിമിഷം നഷ്ടപ്പെട്ടാണ് ആന്റോ ആന്റണിക്ക്. ക്രൈസ്തവ പ്രായത്തിൽ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ഇപ്പോൾ ഉണ്ണിത്താൻ വന്നിട്ടുണ്ട്. ഉണ്ണിത്താൻ പറയുന്നത് പഴയ പാരമ്പര്യം, നേരത്തെ നിങ്ങൾ പറഞ്ഞ തന്നെ പാരമ്പര്യം നോക്കിയിട്ട് തന്നെ എടുക്കണം എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് പിന്തുണയുണ്ട്. പിന്നെ ഇതിലേക്കെല്ലാം ഏറ്റവും വരുന്നത് സൂപ്പർ ഹീറോ ആയിട്ട് വരുന്ന ആൾ, അല്ലെങ്കിൽ സൂപ്പർ നേതാവ് കൊടിക്കുന്നിൽ സുരേഷാണ്. കൊടിക്കുന്നിൽ സുരേഷ് പിന്നെ ഗാർഗനെ കണ്ടിട്ടുണ്ട്, നേരത്തെ കണ്ടതൊക്കെ നമുക്കറിയാം. അദ്ദേഹം പറഞ്ഞത് ദളിത് പ്രാതിനിധ്യമാണ്, ദളിത് നേതാവ് ഒരു നേതാവ് വരണം എന്നാണ് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട്. കേരളത്തിൽ അടുത്ത ഒരു ദളിത് നേതാവ് ഇങ്ങനെ പദവിയിൽ എത്തിയിട്ടില്ല, പരിഗണന ലഭിക്കണം എന്ന് പറഞ്ഞ്. പിന്നെ MP-മാരിലും സൂപ്പർ സീനിയറായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അയാളെ ഈ പദവിയോ വച്ച് നോക്കുമ്പോൾ മാറ്റത്തിന് വരും. അല്ലെങ്കിൽ ഈ പറഞ്ഞ ദളിത് പ്രാതിനിധ്യം ഒരു വലിയ നേതാവ്, ഒരു വലിയ എന്താണ് സീനിയർ MP എന്നുള്ള സാധനം വരുമ്പോൾ കൊടുക്കാവുന്നതാണ്. അടൂർ പ്രകാശും കൂടി ഇതിന് രംഗത്തുണ്ട്, കൺവീനർ. അദ്ദേഹം ഈഴവ പ്രായത്തൊക്കെ പറയുന്നുണ്ട്, നേതാവ് വേണമെന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ഇതുപോലെ നിൽക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വരുന്ന സ്ഥലം. ഇടക്കാലത്ത് റോജി എം ജോൺ KPCC പ്രസിഡന്റ് റിപ്പോർട്ടുകൾ നമുക്ക് കണ്ടിരുന്നു. പക്ഷെ മന്ത്രിയായതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് വരുന്നില്ല. അപ്പൊ എന്റെ ചിന്തകൾ പോകുന്നത് അന്ന് ആ റോജി എം ജോണിന്റെ പേരുകൾ സജീവമായി വരാൻ കാരണം ഒരു യുവ പ്രാതിനിധ്യം എന്ന നിലയ്ക്കാണ്. ആ യുവ എന്നുള്ള സാധനം ഇപ്പൊ നിൽക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഷാഫി, ചാണ്ടി, മാത്യു നടത്തുന്നതിലേക്ക് പോകും. അതിൽ ഷാഫി MP ആണ്. അപ്പം ഒരു ചിലപ്പോൾ കൊടുക്കാൻ പറയാൻ പറ്റില്ല, 2 പദവി എന്നുള്ള സാധനം മാത്രമേ ഉള്ളൂ. ചാണ്ടിയമ്മനെ ഞാൻ കാണുന്നില്ല, അതിൽ തൽക്കാലത്തേക്ക് ഞാൻ പരിഗണിക്കുന്നില്ല. മാത്യു നടത്തുന്ന MLA സ്ഥാനമുണ്ട്, പക്ഷെ മന്ത്രിയാക്കിയില്ല. ഷാഫി പറമ്പിൽ മത്സരിച്ചെങ്കിൽ മന്ത്രി ആവേണ്ടിയിരുന്നതാണ്. പക്ഷെ ഇതില്ല, 2 പേരുണ്ട്. പക്ഷെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴും ഒരാൾക്കൊരു പദവി എന്ന ഇലാക്ക വരുന്നെങ്കിൽ യാതൊരു സംശയമില്ല ജോസഫ് വാഴക്കനിലേക്കാണ് ഏറ്റവും നല്ല ഓപ്ഷനായിട്ട് നിലവിൽ കാണുന്നത്.